നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരു 90% ടിപ്സുകളും ട്രിക്കുകളും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലുള്ള പല ഫീച്ചറുകളും നമുക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പല വീഡിയോയിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോണിലുള്ള ഒരു 5 നമുക്ക് പ്രയോജനപ്പെടുന്ന വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു 5 ടിപ്പുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തേത്, നമ്മളെല്ലാവരും നമ്മുടെ ഫോൺ എടുത്ത് ഇതുപോലെ ഈ ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്ത് ഈ കിടക്കുന്ന ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ഒറ്റയടിക്കാൻ ക്ലോസ് ചെയ്ത് ക്ലിയർ ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ പറയുന്നത്. കാരണം സ്മാർട്ട് ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന പ്രോഗ്രാംസ് നിങ്ങൾ ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ തിരിച്ചവ വീണ്ടും ഉപയോഗിക്കുന്നതിനായി എടുക്കുന്നത് കൊണ്ട് ആ സമയത്ത് വീണ്ടും അഡീഷണൽ ബാറ്ററിയും അതിന്റെ മറ്റുള്ള പെർഫോമൻസും എല്ലാം ഇതിനായി അഡീഷണൽ വേണ്ടിവരും. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് സ്മാർട്ട് ഫോൺ നിർമ്മിക്കുന്നവർ തന്നെ പറയുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്താലും നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ തന്നെ കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഇത്തരം ആപ്ലിക്കേഷൻസ് ഇവിടെ നിന്നും ക്ലിയർ ചെയ്ത് കളയേണ്ടതില്ല. കൂടാതെ ഇതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇങ്ങനെ കഴിക്കുന്ന ഈ സ്ഥലത്ത് നിന്നും നമുക്ക് ഒരേ സമയത്ത് 2 ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുവാൻ സാധിക്കും. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഇവിടെ വാട്സാപ്പ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് യൂട്യൂബ് കാണണമെന്ന് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. ഇതിൽ നിന്നും ഈ വാട്സാപ്പ് എന്നുള്ള സ്ഥലത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അമർത്തി പിടിക്കുന്നു. ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാം. പലരിലും ഇതുപോലെ ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് വിൻഡോ എന്നോ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നോ പറഞ്ഞിട്ട് നിങ്ങളുടെ ഫോണിൽ എഴുതി കാണിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത സമയത്ത് എന്റെ വാട്സാപ്പ് ഇപ്പോൾ ഇവിടെ മുകളിലായി ഇവിടെയായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഈ വാട്സാപ്പിനെ മാറ്റി വയ്ക്കുന്നതിനെ സാധിക്കും. ഞാനിപ്പോൾ എവിടെ വേണോ എനിക്കൊണ്ട് ഫ്ലോട്ട് ചെയ്ത് കൊണ്ടുവയ്ക്കുവാൻ സാധിക്കും. തുടർന്ന് എനിക്ക് ഇതിന്റെ കൂടെ തന്നെ എനിക്കിനിപ്പോൾ യൂട്യൂബ് കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് കൂടി ഓപ്പൺ ചെയ്തു. ഇതേ സമയത്ത് ഞാനിപ്പോൾ യൂട്യൂബ് ഇവിടെ പ്ലേ ചെയ്യുകയാണ്. യൂട്യൂബ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നു. അതിനനുസരിച്ച് മാറി മാറി വരുന്ന രീതിയിലുള്ള ഒരു വാൾപേപ്പർ, ലൈവ് വാൾപേപ്പർ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഞാൻ ആ വാട്സാപ്പ് ഇവിടെ ഉപയോഗിക്കുന്നതിന്റെ കൂടെ എനിക്ക് യൂട്യൂബും കാണുവാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഞാനിപ്പോൾ ഇതേ സമയത്ത് തന്നെ ഞാൻ എന്റെ വാട്സാപ്പിന്റെ സ്റ്റാറ്റസ് ഒരു വീഡിയോയോ എന്തെങ്കിലും ഇടുന്നതിനായി ഞാൻ സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ എന്റെ വാട്സാപ്പ് ഉപയോഗിക്കുന്ന കൂടെ തന്നെ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ വീഡിയോയും കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കുക. നിങ്ങളുടെ ഫോണിലും ഇതേ ഓപ്ഷൻസ് ഒരുപാട് നാളുകളായി കിടപ്പുണ്ടാവും, നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഇതാണ് സ്പ്ലിറ്റ് സ്ക്രീൻ അഥവാ 2 ആപ്ലിക്കേഷൻസ് ഒരേ സമയം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. തുടർന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് മുകളിലേക്ക് സ്വാപ്പ് ചെയ്താൽ അത് ക്യാൻസൽ ആവും. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് സാധിക്കും. ഇത് കൂടാതെ ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നേരത്തെ എടുത്ത നമുക്ക് ഇവിടെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ചില സമയത്ത് നമുക്ക് ഡേറ്റാസ് നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിനെ ലോക്ക് ചെയ്ത് നിർത്തേണ്ടി വരും. നമ്മളിത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് പോകും. എന്നാൽ എനിക്കിപ്പോൾ ഇവിടെ നിന്നും ഈ യൂട്യൂബ് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതെനിക്ക് സ്ഥിരമായി ഇവിടെ ലോക്ക് ചെയ്ത് നിർത്തണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും മുകളിലുള്ള ഈ ഒരു ലോക്ക് ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ, തുടർന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ഏതൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടോ, ഞാനിപ്പോൾ ക്ലബ് ഹൗസ് ആൾറെഡി ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മുകളിലായി നിങ്ങൾക്ക് എംബ്ലം കാണുവാൻ സാധിക്കും. ഈ ലോക്ക് ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും അവിടെ നിന്ന് പോകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് റീസെന്റ് ഹിസ്റ്ററി കൊടുക്കുന്ന സമയത്ത് പോകാതിരിക്കണമെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് നിർത്തുവാൻ സാധിക്കും. അടുത്ത് മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ എല്ലാം ഫോണിൽ തന്നിട്ടുള്ള ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നിന്ന് വരുന്ന സ്റ്റെബിലൈസേഷൻ. നിങ്ങളുടെ ഫോണിലെടുക്കുന്ന വീഡിയോകൾ ഷേക്കിംഗ് ഉള്ളതാണെങ്കിൽ അവയെ സ്റ്റെബിലൈസ് നിർത്തുന്നതിനായി ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് എടുക്കുക. നിങ്ങൾ എടുത്തിരിക്കുന്ന വീഡിയോകളോ നിങ്ങൾക്ക് ഷേക്കായി എടുത്തിരിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോയെ ഇവിടെ നിന്നും ഷേക്കില്ലാതെയായി അവർ ചെയ്തു തരുന്നതാണ്. ഇത് സെലക്ട് ചെയ്യുന്നതിനായി നിങ്ങളുടെ വീഡിയോ ഒരെണ്ണം സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെയായി എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരികയും ഈ ഒരു എഡിറ്റ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. സ്റ്റെബിലൈസേഷന്റെ ഈ ഒരു ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് 𝗬𝗂𝗍𝗵 എന്നുള്ള ഈ ഒരു സ്ഥലത്ത് കാണുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഷേക്കായി എടുത്തിരിക്കുന്ന വീഡിയോയെ സ്റ്റെബിലൈസ് ചെയ്ത് ക്ലിയർ ആക്കി തരുന്നതാണ്. എല്ലാ ഫോണിലുമുള്ള ഒരു ഫീച്ചറാണ്. പലരും ഇത് ഉപയോഗിക്കാറില്ല. നിങ്ങളുടെ ഫോണിൽ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് വീഡിയോ ഒന്ന് കമന്റ് ചെയ്യുക. ഇത് ഞാൻ ആൾറെഡി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ വിശദമായി ഇതിൽ പറയാത്തത്. അടുത്തു വരുന്ന മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ ഫോൺ തന്നിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ഗെസ്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ ഫോണുകളിലും ഇപ്പോൾ ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു എടുക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന ഒരു സാധനം നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ 3 ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെട്ടെന്ന് സൂം ചെയ്ത് വരുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതെല്ലാ ഫോണുകളിലും ഉണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഫോണിന്റെ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. സെറ്റിംഗ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും
പല ഫോണിലും പല രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സെറ്റിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള സെർച്ച് സെറ്റിംഗ്സ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് മാഗ്നിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓപ്പൺ ആയി വരും. തുടർന്ന് നിങ്ങൾ അവിടെ ഈ ഒരു ഓപ്ഷനിൽ വന്ന് മാഗ്നിഫിക് വിത്ത് ട്രിപ്പിൾ ടാപ്പ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഞാൻ ആൾറെഡി ഇതിവിടെ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്നുണ്ടോ, ഇതുപോലെ 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സൂം ചെയ്ത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പലപ്പോഴും കാഴ്ചക്കുറവുള്ളവർക്കും മറ്റും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. കൂടാതെ ഇതിലുകൊണ്ട് മറ്റൊരു ഉപയോഗമുണ്ട്. നിങ്ങളൊരു വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ തന്നെയും ഈ വീഡിയോ നിങ്ങൾ പ്ലേ ആവുന്ന സമയത്ത് ചില വീഡിയോകൾ നമുക്ക് സൂം ചെയ്യാൻ സാധിക്കില്ല. അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അവയെ സൂം ചെയ്യുന്നതിനായും ഇതിൽ കൂടി സാധിക്കുന്നതാണ്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലെ പ്രൊഫൈൽ ഒരിക്കലും മറ്റൊരാളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കുന്നതിനോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് വലുതാക്കുന്നതിനോ സാധിക്കാറില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് സൂം ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാൽ അതായതുണ്ടോ ഇതുപോലെ നമുക്കൊരാളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പ്രൊഫൈൽ കൃത്യമായി സൂം ചെയ്ത് നമുക്കിതുപോലെ നോക്കുന്നതിനും ഇതിൽ കൂടി സാധിക്കുന്നതാണ്. അടുത്ത വരുന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. ഇതെന്ന് പറയുന്നത് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഡെവലപ്പർ ഓപ്ഷൻ ആദ്യം നമ്മൾ എനേബിൾ ചെയ്യണം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മുടെ സെറ്റിംഗ്സിൽ നിന്നും നിങ്ങളുടെ ഫോണിന്റെ എബൌട്ട് സെക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഫോൺ ഏത് വെർഷനിലാണോ ഉള്ളതെന്നും ബാക്കിയെല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ MIUI വെർഷൻ എന്നാണ് കാണുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന സാംസങ് ആണെങ്കിൽ എക്സിനോസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പേരിൽ നിങ്ങളുടെ ഫോണിന്റെ വെർഷൻ ബാക്കി ഡീറ്റെയിൽസ് കാണിക്കുന്ന സെക്ഷൻ നിങ്ങളുടെ വെർഷൻ കാണിക്കുന്ന സ്ഥലത്തായി 8 തവണ നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആവുന്നതാണ്. ഇങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആക്കിയതിനു ശേഷം നിങ്ങൾ ആ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള സെക്ഷനിലേക്ക് പോകണം. അപ്പോൾ ഇതിനായി ഡയറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഡെവലപ്പർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനിലേക്ക് പോകാൻ സാധിക്കും. ഏത് കാര്യം ചെയ്യണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് എടുത്തിട്ട് സെറ്റിംഗ്സിന്റെ ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ഇവിടെയായി ഇതിനകത്തൊരു അനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷൻ നിങ്ങളുടെ ഫോണിൽ ഏതിലാണ് നിൽക്കണം നോക്കുക. അതിനെ നിങ്ങൾ കുറച്ചിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ അനിമേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ ആ ഒരു വിൻഡോസ് അനിമേഷൻ സ്കെയിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ സെക്ഷനിലേക്ക് കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ സ്പീഡ് വർദ്ധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ എടുത്തു, അതിനകത്ത് വന്നു. ഇവിടെ നമ്മൾ വിൻഡോസ് അനിമേഷൻ സ്കെയിൽ എന്ന ഓപ്ഷനിലേക്ക് വരുന്നു. ഈ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇത് 0.5 സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നോക്കി ട്രാൻസ്മിഷൻ അനിമേഷൻ സ്കെയിൽ ഞാൻ 0.5 മാറ്റുന്നു. അതുപോലെ അനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിലും ഞാൻ 0.5 മാറ്റുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ആപ്ലിക്കേഷൻസ് അനിമേറ്റ് ചെയ്ത് വരുന്നത് ഒഴിവാക്കുന്നതിനും നമ്മുടെ ഫോണിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കും. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതും പലരും ചെയ്യാത്തതും എന്നാൽ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ഫോണിന്റെ ഇന്റർനെറ്റ് ഓൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൽ വരുന്ന അപ്ഡേറ്റുകൾ നിങ്ങളുടെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സെക്ഷനിൽ വരുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഇത് ചെയ്യുന്നതിനായി നമ്മളെപ്പോഴും നമ്മുടെ ഫോണിന്റെ നെറ്റ് ഓൺ ചെയ്യുക. തുടർന്ന് നമ്മുടെ സെറ്റിംഗ്സ് എടുത്ത് നമ്മൾ നേരത്തെ പോയതുപോലെ എബൌട്ട് സെക്ഷനിലേക്ക് പോകുന്നു. അവിടെ നിന്നും നിങ്ങളുടെ വെർഷൻ ഏതാണോ നോക്കിയതിനു ശേഷം നിങ്ങൾ അതിലേക്ക് പോയി അതിന്റെ ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ ആ ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്നുള്ളതിൽ പോയി നിങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെറിയൊരു വീഡിയോയിൽ നമ്മൾ 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി അറിവൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമസ്കാരം ഫ്രണ്ട്സ്.